ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഡിസംബർ 27 കേരള ബോക്സ് ഓഫീസിലെ സിനിമകളുടെ പ്രകടനം നമുക്ക് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഷെയ്ൻ നിഗം നായകനായി എത്തിയ ഈ ഒരു ചിത്രം ആദ്യ ദിനം 13,80,000 രൂപയോളമാണ് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാം ദിനം സിനിമ 8,90,000 രൂപയോളം. അങ്ങനെ ആദ്യ 2 ദിനം കൊണ്ട് 22,70,000 രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ശനിയാഴ്ച സിനിമയ്ക്ക് മോർണിംഗിൽ ഏകദേശം 25,000 രൂപയുടെ കളക്ഷനാണ് വന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 15ഓളം ഷോകൾ 137ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. ഇന്നലത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ വരുമെന്നുള്ളത് ഉറപ്പിക്കപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം നമുക്കറിയാം വർക്കിംഗ് ഡേയ്സ് അവധിയാണെങ്കിൽ പോലും ഇന്ന് കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് കടന്നു വരാം. സിനിമ ഇറങ്ങിയിട്ട് 2 ദിവസങ്ങൾ തന്നെ പിന്നിടുന്നു. ആദ്യ ദിനം 9,50,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. രണ്ടാം ദിനം 5,80,000 രൂപയോളമാണ് സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. 15,30,000 രൂപയോളമാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നിവിൻ പോളി നായകനായി എത്തിയ സർവ്വമായ ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിൽ മുന്നോട്ട് പോവുകയാണ്. ആദ്യ ദിനം 8 കോടിയോളം നേടിയ ചിത്രം 2 ദിനങ്ങൾ കൊണ്ട് 19 കോടിയോളം നേടുമെന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഇന്ന് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് 41% ഒക്യുപ്പൻസി തിയേറ്ററിൽ വന്നിട്ടുണ്ട്. 2,34,00,000 രൂപയോളം ട്രാക്ഡ് കളക്ഷൻ തന്നെ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. സിനിമ റെക്കോർഡ് വേഗത്തിലാണ് കളക്ഷൻ കുതിക്കുന്നത്. മികച്ച അഭിപ്രായം നേടിപ്പോകുന്ന ഈ ഒരു ചിത്രത്തിന് ഇന്ന് 1,33,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. ഇന്നലെ ഫൈനലായി വന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ 1,164 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 2,31,800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 73% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 3,83,00,000 രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞതായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അതായത് 4,10,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നലത്തെയും കളക്ഷൻ. അതായത് രണ്ടാം ദിനത്തിൽ ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നു. മൂന്നാം ദിനം അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പിക്കപ്പെടുകയാണ്. മോർണിംഗിൽ തന്നെ ഇത്ര എമൗണ്ട് വരുമ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് 5 കോടിക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നലെ GCC രാജ്യങ്ങളിലും ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും 4 ദിവസം കൊണ്ട് സിനിമ 50 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. നിവിൻ്റെ ആദ്യ 100 കോടി ചിത്രമായിരിക്കും ഇത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. മോഹൻലാൽ നായകനായി എത്തിയ വൃഷഭ ആദ്യ ദിനം നേടിയത് 88,20,000 രൂപയോളമാണ്. കേരളത്തിൽ നിന്ന് 43 ലക്ഷം രൂപയോളം നേടിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 26 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 20 ലക്ഷം രൂപയ്ക്കടുത്തുമാണ് നേടിയത്. രണ്ടാം ദിനം സിനിമയ്ക്ക് വലിയ ഇടിവ് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത്. 504 ഷോകളിൽ നിന്ന് 5,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻ തന്നെ വന്നത്. അതായത് സിനിമയ്ക്ക് 10 ലക്ഷം രൂപ, അതായത് 14 ലക്ഷം രൂപ എന്നുള്ളതാണ് ട്രാക്ഡ് കളക്ഷൻസിൽ പുറത്തു വന്ന കണക്കുകൾ. ഇന്നും സിനിമയ്ക്ക് 1 ലക്ഷത്തിനടുത്തുള്ള കളക്ഷനാണ് വന്നിരുന്നത്. പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ദിലീപ് നായകനെത്തിയ ബബ്ബയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ബബ്ബയുടെയും കളക്ഷൻ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് തന്നെയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ 734ഓളം ഷോകളായിരുന്നു സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 38,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 60 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായിട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം വരെ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്ന ചിത്രത്തിന് പെട്ടെന്നുള്ള ഒരു ഇടിവ് നമുക്ക് കാണുകയാണ്. അതായത് 80 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെ വന്ന ഒരു കളക്ഷൻ എന്ന് പറയാം. വലിയ ഇടിവെന്ന് പറയാനില്ലെങ്കിൽ പോലും സ്റ്റഡിയായിട്ട് സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇന്ന് ഇതുവരെ 79 ഷോകളിൽ നിന്ന് 1,250 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിന് മുകളിലാണ് മോർണിംഗിൽ തന്നെ സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 25 കോടിയിലേക്കും വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ സിനിമയ്ക്ക് ഏകദേശം 42 കോടിയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സിനിമ 50 കോടി എത്തുമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇനി മമ്മൂട്ടിയുടെ കളങ്കാവൽ കളം നിറഞ്ഞ് ആടിക്കൊണ്ട് ഇരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ശക്തമായ ഒരു ആവശ്യം വരികയാണ് ജനങ്ങളിൽ നിന്ന്. തിയേറ്റർ കൗണ്ടുകൾ കൂടണം. കാരണം തിയേറ്ററിലെ ഒക്യുപ്പൻസി നൽകുന്ന കാര്യം അങ്ങനെയാണ്. മിനിങ്ങാന്ന് 56% ആണെങ്കിൽ ഇന്നലെ 32% തിയേറ്റർ ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു. ഇന്നലെ 112ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 6,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 14 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്, 15 ലക്ഷം രൂപയോളം ഉണ്ട് എന്നുള്ളതാണ് ട്രാക്ഡ് കളക്ഷൻ തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് സിനിമ മികച്ച രീതിയിൽ ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. ഇന്ന് സിനിമയുടെ ഷോ കൗണ്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആളുകളുടെ ആവശ്യപ്രകാരം 131 ഷോകളിലേക്ക് വീണ്ടും ഉയർത്തിയിരിക്കുന്നു. ഇതുവരെ മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് 2,000ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 3,28,000 രൂപയോളം ഇതുവരെയുള്ള കളക്ഷൻ
വന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 37 കോടി കടന്നിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് 40 കോടിയും സിനിമ അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് 40 കോടിയും സിനിമ കഴിഞ്ഞിരിക്കുന്നു. ഇതോടകം തന്നെ സിനിമ 84 കോടിയിലേക്ക് ടച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഈ ഒരു സീസണിൽ ഇറങ്ങിയത് മാത്രമല്ല, ഈ ഒരു വർഷത്തെ തന്നെ ഏറ്റവും മികച്ച സിനിമയായി ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. വമ്പൻ വിജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിടണം. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ വേണം. നിങ്ങൾ വേറെ ഏതെങ്കിലും സിനിമകളുടെ വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. ഹാൽ അതേപോലെ തന്നെ മിണ്ടിയും പറഞ്ഞു ആഡ് ചെയ്തിട്ടുണ്ട്.